ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് അളിയൻസ് ലൊക്കേഷനിലാണോ എന്ന് ചോദിച്ചാൽ അളിയൻസിൻ്റെ പതിവ് ലൊക്കേഷനിലല്ല, പക്ഷേ ഇത് അളിയൻസിൻ്റെ പുതിയൊരു ലൊക്കേഷനാണ്. അതായത് നമ്മൾ നേരെ പുറകിൽ കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അളിയൻസിൻ്റെ തങ്കത്തിൻ്റെ പിറന്നാളാണെന്ന്. തങ്കത്തിന് പിന്നെ 1 വയസ്സ് കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ തങ്കത്തിന് 1 വയസ്സ് കൂടിയ ഈ സമയത്ത് നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ആദ്യം പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിനൊപ്പം ഒരു കാര്യം കൂടെ പറയാം. ഈ തങ്കത്തിന് ഇന്ന് 1 വയസ്സ് കൂടിയപ്പോൾ തന്നെ ഒരു വേറൊരു സന്തോഷം അളിയൻസ് കുടുംബത്തിലുണ്ടായി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കനകളിയൻ SI ആയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തങ്കത്തിന് അടുത്ത വയസ്സ് കൂടുമ്പോൾ അളിയൻ SI മാറി CA ആവും. അപ്പൊ അതാണ് അതിന്റെ ട്വിസ്റ്റ്. അപ്പൊ എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരുക. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം പോലെ ഇതും സാധിച്ചിരിക്കേണ്ടത്, ഇതും സാധിക്കുകയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു തങ്കം തങ്കം തങ്കം. ഞാൻ തരും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ ഇനി ഒരു സർപ്രൈസും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ചങ്ക്, അളിയൻസിൻ്റെ ഭയങ്കര ഒരു ചങ്കാണ്. എറണാകുളത്ത് ആലുവയിൽ നിന്ന് റഹീം റെഡ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. റഹീം ഒരു വേറൊരു സർപ്രൈസുമായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ റഹീമിനെ നമുക്കൊരു കൈഡി കൊടുത്ത് വെൽക്കം ചെയ്യാം. റഹീം ഞങ്ങൾ പറയാലോ, പ്ലീസ് കം. അതായത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചേച്ചിക്ക് കൊടുക്കാൻ പോണ സർപ്രൈസ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ചേച്ചിയുടെ ഒരു സുഹൃത്താണിത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതാരാത് അത് സസ്പെൻസ് ആണ്, അത് ചേച്ചിയോട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. വാചകം ക്ലോസ് എടുത്തോളൂ, അതിന്റെ ചേച്ചിനെ കാണിക്കാം. കൊറേ നേരം ഞാൻ ഇവരുടെ പുറകെ കിടക്കണ എന്താന്ന് ചോദിച്ചു. ഒരു ഭയങ്കര ഗൂഢാലോചന. അതായത് വാചകം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. ചേച്ചി അത് എവിടെ എഴുതാമോ? ചേച്ചിയുടെ ഹൃദയത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേര് എഴുതുക. ആദ്യം മുതൽ ഏറ്റവും ടോപ്പ് മുതൽ കുറച്ച് പേര് ചെറുതായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ കുഞ്ഞതായിട്ട് എഴുതണം ഇവിടെ. ഓ, കുഞ്ഞു സ്ഥലമുള്ളു. അപ്പൊ കുറച്ച് പേരുടെ പേര്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പേരായിട്ട് എഴുതണുള്ളൂ. ബെർണാച്ചു. ഫുൾ നെയിം എഴുതണോ? ചേച്ചിയുടെ ഇഷ്ടം. ബെർണാച്ചു, പപ്പ, അമ്മിച്ചി, സിമി, ഓഫ് കോഴ്സ് സിമി, എന്റെ തങ്കമ്മ, തങ്കമ്മ, പിന്നെ മനു, എന്റെ ആങ്ങളെയാണ്, പ്രീതി, കുഞ്ഞാറ്റ. ബാക്കി എനിക്ക് എന്റെ സഹപ്രവർത്തകര്, എന്റെ ഫ്രണ്ട്സ് നിറയെ പേരുണ്ട് കേട്ടോ. എനിക്കിതായി കുഞ്ഞു സ്ഥലേ തന്നിട്ടുള്ളൂ. കുറച്ച് സ്ഥലത്ത് ചേച്ചി ഈ പറഞ്ഞ കുറച്ച് പേരുകൾ ചേച്ചി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചി ഇതിൽ പിടിച്ചിട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് സർപ്രൈസ് കാണാൻ പറ്റും. എന്താണ് സർപ്രൈസ്? നമുക്കൊക്കെ കാണാൻ ഇപ്പൊ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. ഒരു ടിഷ്യൂ ഉണ്ടോ അവനെ? അത് കുഴപ്പമില്ല, ഈ കൈ കൊണ്ട് വലിക്കാനോ. എന്റെ ദൈവമേ, എനിക്ക് ടെൻഷൻ ആവുന്നു. ടെൻഷൻ ഒന്നും വലിക്കട്ടെ. വേണ്ട, നോക്കിയോ മെല്ലെ വരട്ടെ. ഇതിന് ഞാൻ എഴുതിയത് ഉൾപ്പെടെ ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പേരുകളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ കണ്ടെത്തി. സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റായി പോയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരിവിടെ കുറേ നേരമായിട്ട് വന്നപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, അവളെയും കൂടി വിളിക്കൂ. വാ വാ
അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊറേ നേരമായിട്ട് പറയണു എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. കാണട്ടെ. ലെൻസൊക്കെ വെച്ച് വന്നേക്കോ കാണില്ലേ. എന്താ പേരെന്താ? നിമിഷ. അപ്പൊ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത് എല്ലാവർക്കും സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അയ്യോ, എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഉണ്ടല്ലോ ഭയങ്കര എന്താന്നറിയില്ല, ഭയങ്കര സന്തോഷമുള്ള ബർത്ത്ഡേ ആയിരുന്നു ഇപ്രാവശ്യം. എന്റെ ബെർണാച്ചനും ഇതേപോലെ ഒരു പടം വരച്ചു തന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അടിപൊളി. താങ്ക് യു. സൂപ്പർ ഇട്ട, നന്നായി വരച്ചിരിക്കുന്നത്. എത്ര ദിവസം എടുത്തു? ഓ, ഇതിനകത്ത് എന്റെ അമ്മച്ചിയുടെയും പപ്പയുടെ എല്ലാവരുടെയും പേരുണ്ട്. സിമി ബർണാച്ചൻ, തങ്കമ്മ. അയ്യോ, തങ്കമ്മയുടെ ഒക്കെ പേരുണ്ട്. അയ്യോ, അടിപൊളി. സോ ബ്ലെസ്ഡ്.